ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഞാൻ പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങള്, എല്ലാം സെറ്റല്ലേ? പൈസ കൊടുക്കങ്ങളെ, ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കാം. ഞാൻ ഉറപ്പ് തരുക, എല്ലാം ചെയ്യാം. അങ്കിളെ, എനിക്ക് കുറെ സമയം സംസാരിക്കാൻ പറ്റൂല. ഇത് കനകാന്റിയുടെ ഫോണാ. ശരി, ഞാൻ പറഞ്ഞ പോലെയല്ലേ? എന്താ പരിപാടി? ഒരാളെ വിളിച്ചതാ. ഫോൺ എന്തിനാ എടുത്തോണ്ടോന്ന്? ആരുടെ ഫോണാ? ഇത് കനകാന്റിയുടെ ഫോൺ. കൊണ്ട് തിരിച്ചു കൊടുത്തേ. ഞാൻ തിരിച്ചു കൊടുത്തോളാം. എന്തോന്ന് പാറു കനകേച്ചിയുടെ ഫോൺ ഉപയോഗിക്കണേ? ആന്റി നിങ്ങളെ പോലല്ല. ആന്റിയുടെ ഫോൺ എനിക്ക് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓഹോ, ശിവയല്ലേ പറഞ്ഞ? ശിവ എവിടെ പോയേക്കായിരുന്നു? ശിവചേച്ചി അവിടെ പോയേക്കായിരുന്നു. എനിക്കെങ്ങനെ അറിയാം? ശിവചേച്ചിയോട് ചോദിക്കും. എവിടെ പോയേക്കായിരുന്നു? അതൊക്കെ പറയാം. പോയിട്ട് കേശുവിനെ ലച്ചുവിനെ വിളിച്ചിട്ട് വാ. ലച്ചു? ലച്ചു ചേച്ചിനെ വിളിച്ചിട്ട് വാ. ആ, വിളിച്ചിട്ട് വരാം. ഓഹോ, വിളികളൊക്കെ മാറിത്തുടങ്ങി. മാറാലോ, സാഹചര്യങ്ങൾ മാറുമ്പം വിളികളും മാറും. ഇങ്ങനെയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോ നീ എന്നെ ഗൗരിന്ന് വിളിക്കുമല്ലോ. ഗൗരി, ഒരുമാതിരി അലമ്പ് വർത്താനം പറയരുത് കേട്ടോ. ഗൗരിന്നാ? നല്ല അടി വാങ്ങോ ശിവ. എന്ത് ഗൗരി? ശിവ, ഞാൻ നിന്റെ അമ്മായിയാണ് കേട്ടോ. ഇതൊന്നും അത്ര ശരിയാവൂല. എന്നെ കൊണ്ട് ഇങ്ങനെ ഒന്നും വിളിപ്പിക്കരുത് ഗൗരി. കേശുവേ, ഇവിടെ എന്നെ ഗൗരിന്ന് വിളിച്ചതാ. വിട്ടുകള ഗൗരി, എന്തരുത് ഗൗരി. ലച്ചു, നീ ഒന്നും കേക്കണില്ലേ? ഗൗരിന്ന് വിളിക്കണെന്നെ. എന്തോന്ന് ഗൗരി ഇത്? ചീള് കേസൊക്കെ വിട്ടുകളാ. ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്മായി അല്ലേ. എല്ലാത്തിനും എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ കണക്ക് തീർത്തോളാം കേട്ടോ. ശരി ഗൗരി. അല്ല, ചേച്ചിക്ക് ഇവിടെ വരാനേ പറ്റത്തുള്ളൂ. ആളെയൊക്കെ വിട്ട് വിളിപ്പിക്കുന്നു. അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. ഇതെന്താ? എന്തായിരിക്കും? നമ്മുടെ വീടിന്റെ നെയിം ബോർഡ്. നീ കൊടുത്താ നെയിം ബോർഡ് ചെയ്യാൻ? പിന്നെ അമ്മ എന്തിനു വിചാരിച്ചത്? അവൻ മാത്രം കൊടുത്തെന്നാ? അതെ, ഈ ഐഡിയ ആദ്യം വെച്ചത് എന്റെ മൈൻഡിലാണ്. അപ്പൊ ഞാൻ കൊണ്ട് കൊടുത്തത്. പക്ഷെ ഇവനാണ് ആദ്യം എടുത്തോണ്ട് വന്നത്. ഞാൻ എന്ത് ചെയ്യാനതിന്? എന്നാ എന്റെ പേരെന്താണ്? കേട്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. അപ്പൊ രാക്ഷസിക്കോട്ടാന്നായിരിക്കും. അയ്യടാ, അത് നീയേ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിനെ കിട്ടാൻ മതി. പറവക്കളെ, നിന്റെ ഹ്യൂമർ സെൻസ് വിമാനം തന്നെ. നിർത്തിക്കാൻ കേട്ടിട്ട് വാ തുറക്കരുത്. നീ വലിച്ച നീട്ടാണ്ട് കാര്യം പറ, വെച്ച ലാഗടിക്കുന്നു. അതായത് ചേച്ചി, ഈ എന്റെ കേശുവിന്റെ ഒക്കെ വേവ് ലെങ്ത് ഒരേപോലെയാണ്. ഞങ്ങൾ ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കൊരു 3 ഡിവോഷണൽ സൈഡൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെയുള്ള വളർത്തി വലുതാക്കിയിട്ടുള്ളത്. കാര്യം പറയൊന്ന്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ പേരിന് കാണും. എന്തായാലും ഒരു കിടിലം പേരാണ് കേട്ടോ. വെള്ള ബോർഡാ. കൈലാസം. എന്തിര്? കൈലാസം. നല്ല നൈസ് പേര്. അതാണ് മോളെ ശിവ. അടിപൊളി ചേച്ചി. അതെ അതെ അതെ. ഭഗവാൻ ശിവന്റെ വാസസ്ഥലം കൈലാസം. ഈ ശിവയുടെ വാസസ്ഥലവും കൈലാസം. നിന്റെ ശിവ കൈലാസ ബന്ധം എനിക്ക് മനസ്സിലായി. പൊന്നു മോളെ, എന്റെ മാധവ സമ്മതിക്കാത്ത ഈ വീട്ടില് കൈലാസം ഞാൻ സമ്മതിക്കില്ലേ? ഞാൻ സമ്മതിക്കൂല. മക്കളെ, നീയൊരു കാര്യം മനസ്സിലാക്കണം. കൈലാസത്തിൽ ശിവന്റെ പത്നി പാർവതിയും ഉണ്ട്. നമ്മുടെ കൈലാസത്തിലും ഉണ്ടല്ലോ ഒരു പാർവതി ബാലേന്ദ്രൻ തമ്പി. ഉണ്ട് മക്കളെ, ഉണ്ട്. കൈലാസം, പാർവതി, ശിവൻ. ആറങ്ങോട്ട് നിൽക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നൈസ്, നീ നിന്റെ പേരിലും കാക്കാൻ നോക്കല്ലേ ശിവ. വീട് കളിക്കല്ലേ ശിവ. അതെ അതെ അതെ, എല്ലാരും അവനവന്റെ പേര് പൊക്കി കാണിക്കാനാണ് നോക്കണത്. ഞാനൊരു നെയിം ബോർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ വരും. ലക്ഷ്മി അല്ല, ഇച്ചിരി വെറൈറ്റി പേരാ. മലയാള നിഘണ്ടുവിലൊന്നും ഉള്ള പേരൊന്നുമല്ല. ഇച്ചിരി ഫ്രഷ്നെസ് ഒക്കെ തോന്നും. ഇച്ചിരി വെറൈറ്റിയാ. എന്താ പേര്? വെയിറ്റ് ആൻഡ് വാച്ച്. അങ്കിളെ, എന്തായി? അങ്ങനെ പറഞ്ഞ എങ്ങനെ അങ്കിളെ? ഓ, വലിയ കാര്യം ചെയ്തതുപോലെ. ആ ശരി, വെച്ചോ. பாரு, எவ்வளோ நேரம் ஆச்சு போன்ல? யாராச்சும் பார்த்தேன்னா எனக்கு நல்லா திட்டு விழும். போன் கொடுமா. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് തരാം ആന്റി. என்னடா കൂടുടാ. കുറച്ചു നേരം കൂടെ തരട്ടെ. എന്താ പ്രശ്നം? ഒന്നുമില്ല അപ്പൂപ്പ, ഞാൻ കനാൻഡിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച.
കൊറേ നേരം ഫോൺ കാണാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ മതിയെന്നും പറഞ്ഞ ആന്റിക്ക് കൊടുക്കായിരുന്നു ഫോൺ. അല്ലേ ആന്റി? ഫോൺ അത്ര പോരാട്ടാ. മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കാണിക്കും. എന്താ ചേച്ചി? അല്ല അവളെന്തോ പറയണുണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല ഗൗരി. എന്റെ പൊന്ന് കനകേച്ചി, ഇവൾ ഓരോന്ന് പറയണത് കേട്ട് വിശ്വസിച്ച് അവൾക്ക് ഫോണ് കൊടുക്കാൻ നിക്കണ്ട, മനസ്സിലായ? ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട്. നന്ദി ഉണ്ടേ. ഉപകാരം ചെയ്യണില്ലെന്നാ ചേച്ചി പറഞ്ഞേട്ടാ? അച്ഛൻ പറഞ്ഞേട്ടാ ഇവളങ്ങനെ പലതും പറയും. ഇവിടെ സംസാരിക്കാൻ ആരും മോശക്കാരല്ലല്ലോ. അടിച്ചതേ പാട്. അടുത്തത് എന്റെ ഊഴം, എന്റെ ഊഴം, എന്റെ ഊഴം. കേശുവേ, ശിവ, വന്നേ. അതൊക്കെ ഉണ്ട്. വേണ്ട ലിച്ചു, എന്നത്? അതൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.